ഒരു കോടി കാരുണ്യ പ്ലസ് 1 കോടി അടിച്ചപ്പോൾ 50 ലക്ഷം കൈ കിട്ടൂലേ? അത് കിട്ടിയിട്ടൊരു വരസാം. മലയാള മനോരമ. അയ്യ ചെറുമോളം വേണ്ട. ലോട്ടറി. ഫസ്റ്റ് പ്രൈസ് KN 3225. എന്താട്ടാ അടിച്ചു മോളെ. അടിച്ചോ? ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങക്ക് വന്നു കയറിയ പെണ്ണിന്റെ ഐശ്വര്യം? 10 വർഷം വേണ്ടി വന്നോ ഈ ഐശ്വര്യോടെ എത്താന്? മഹാലക്ഷ്മി എപ്പോഴാ കയറി വരുന്ന ഒന്നും പറയാൻ പറ്റൂല. ഇനി ഞാൻ എന്തായാലും ഒരു വിലസും. വീടൊക്കെ ഒന്ന് റെഡിയാക്കണം. അല്ലെങ്കിൽ എന്താ വേറൊരു വീട് തന്നെ വെക്കാലോ. ആരോടൊക്കെ ഈ സന്തോഷ വാർത്ത ഒന്ന് വിളിച്ചറിയിക്ക. അമ്മയെ തന്നെ വിളിക്കാം. ഹലോ അമ്മ, വീട് പണിയൊക്കെ എന്തായി? വീട് പണി തീരഞ്ഞിപ്പോ എത്ര പൈസ വേണ്ടി വരും? 2 ലക്ഷമോ? എന്നാലേ ഒരു 3 ലക്ഷം ഞാനത് തരാം. അമ്മ നാളെ 10:30 ആകുമ്പോഴേക്കും വരുന്നുണ്ട് കേട്ടോ. ചെക്കായിട്ടാവും. അമ്മ പാസ്ബുക്കൊക്കെ എടുത്തോണ്ട് കേട്ടോ. പിന്നെ എൻ്റെ അനിയൻ തണ്ടില്ലേ, അവനെയും കൂടി കൊണ്ടുവന്നോണ്ട്. അവൻ എന്നെ കാണുമ്പോൾ ഒരു പുച്ഛണ്ട്, അതൊന്നത്തോടെ തീരണം. എന്നാ ശരിട്ടമ്മ. പിന്നെ ഇത് കടമായിട്ടൊന്നും കരുതണം കേട്ടോ. എൻ്റെ ഒരു കടമയായിട്ട് കരുതിയാൽ മതിയേ. ഓക്കെ എന്നമ്മ, ശരി. ഇനിയിപ്പോൾ ആരെ വിളിക്കുക? ശാന്തേച്ചി ഒരു 4000 രൂപ 40 തവണ വിളിച്ചിട്ടുണ്ട്. ഹലോ ശാന്തേച്ചിയെ, ഇങ്ങോട്ട് ഞാൻ എത്രയാണ് വാങ്ങിയത്? ഒരു 4000 അല്ലേ? എന്നാലേ നാളെ രാവിലെ 10:30 ആകുമ്പോഴേക്കും ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പലിശ അടക്കി 8000 രൂപ ഞാൻ തരണ്ട്. പിന്നെ പാസ്ബുക്ക് എടുക്കാൻ മറക്കരുത്, ചെക്കായിരിക്കും തരിക. പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഞാൻ ഇങ്ങോട്ടൊന്ന് വാങ്ങിക്കാൻ വരില്ല, നിങ്ങൾ ഇൻ്റെ അടുത്ത് വാങ്ങിക്കാൻ വരരുതേ. ഓക്കെ എന്നാൽ ശരി. ഇനിയിപ്പോൾ ആരാളത്? 50 ലക്ഷം ആണെങ്കിൽ പാൻ കാർഡൊക്കെ വേണ്ടിയല്ലോ. എൻ്റെ തന്നെ കൊടുക്കുക. അതായത് പിന്നെ ഏട്ടൻ എന്തെങ്കിലും ആവശ്യം എന്നോട് ചോദിച്ചാൽ മതിയല്ലോ. ഏട്ടാ ഇതാ പാസ്ബുക്കും പാൻ കാർഡൊക്കെ. ഇതെന്തിനാ പാസ്ബുക്കും പാൻ കാർഡൊക്കെ? 50 ലക്ഷം രൂപ അടിച്ച പാൻ കാർഡൊക്കെ വേണ്ടേ? 50 ലക്ഷം? ഇതിന് വെറും 500 രൂപ ഉള്ളൂ. ഇത് കൊണ്ടേ കൊടുത്ത ടിക്കറ്റും കിട്ടും, 400 രൂപയും കിട്ടും. 50 ലക്ഷം അടിക്കണം. അല്ലാതെ അതെ ഭഗവാന്, എൻ്റെ ഈശ്വര, നാളെ രാവിലെ 10:30 കടക്കാർ വന്ന് ഇറങ്ങാലോ.